ഗുഡ് മോർണിംഗ് ഓൾ. നമ്മൾ ഫോർത്ത് മൊഡ്യൂൾ പഠിക്കുകയായിരുന്നു അല്ലേ? ഫോർത്ത് മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്തു. തേർഡ് മൊഡ്യൂളിൽ പ്രോബ്ലംസ് ഉണ്ട്. ഇപ്പം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫോർത്ത് മൊഡ്യൂളിലെ സെക്കൻഡ് പാർട്ട് കോമ്പാക്ഷൻ്റെ ഒരു ക്ലാസ് നിങ്ങൾക്ക് കിട്ടിയിരുന്നു, ലാസ്റ്റ് ക്ലാസ്സിൽ കിട്ടിയിരുന്നു. ടൈപ്പ് ഓഫ് റോളേഴ്സൊക്കെ പറഞ്ഞു അല്ലേ അതിൽ. ഇനി കോമ്പാക്ഷനെ ഡീറ്റെയിൽ ആയിട്ട് എൻ്റെ ബേസിക് കാര്യങ്ങൾ കോമ്പാക്ഷൻ നമുക്ക് ഇന്നത്തോടെ ഈ ക്ലാസ് കൊണ്ട് തന്നെ കംപ്ലീറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ സിലബസിൽ പറഞ്ഞേക്കുന്നതാണ് കമ്പാരിസൺ ഓഫ് കോമ്പാക്ഷൻ ആൻഡ് കൺസോൾട്ടേഷൻ. നമ്മൾ ഈ മൊഡ്യൂളിൻ്റെ ഫസ്റ്റ് പാർട്ടിൽ എന്താണ് പഠിച്ചത്? കൺസോൾട്ടേഷൻ ആയിരുന്നു പറഞ്ഞത് അല്ലേ? അപ്പോൾ ഇനി ഒരു കോമ്പാക്ഷനും കൺസോൾട്ടേഷനും കൂടിയുള്ള ഒരു കമ്പാരിസൺ ആണ് പറയാനുള്ളത്. നോക്കാം. കോമ്പാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് എ മെക്കാനിക്കൽ പ്രോസസ് ബൈ വിച്ച് യൂണിറ്റ് വെയ്റ്റ് ഓഫ് സോയിൽ ഇസ് ഇൻക്രീസ്ഡ് അറ്റ് എ പർട്ടിക്കുലർ വാട്ടർ കണ്ടൻറ്റ്. കോമ്പാക്ഷൻ എന്ന് പറയുമ്പോൾ ഒരു മെക്കാനിക്കൽ പ്രോസസ്സാണ്. ഓക്കെ, അതിലെന്താണ് സംഭവിക്കുന്നത്? നമ്മൾ കോമ്പാക്റ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ മെക്കാനിക്കലി ഒരു ഫോഴ്സ്, എക്സ്റ്റേണലി ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്തിട്ട് ആ സോയിലിൻ്റെ യൂണിറ്റ് വെയ്റ്റ് ഇൻക്രീസ് ചെയ്യിക്കുന്നു അല്ലേ? നമ്മൾ അതിൻ്റെ ഡെൻസിറ്റി കൂട്ടുക. നമ്മൾ അടിച്ചുറപ്പ് ഒരു സോയിൽ, ലൂസായി കിടക്കുന്ന ഒരു സോയിലിനെ നമ്മൾ അടിച്ചുറപ്പിക്കുകയാണ്. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അതിൻ്റെ ഡെൻസിറ്റി കൂടുന്നു, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? യൂണിറ്റ് വെയ്റ്റ് കൂടുന്നു. അപ്പം കോമ്പാക്ഷൻ എന്ന് പറഞ്ഞാൽ യൂണിറ്റ് വെയ്റ്റ് ഇൻക്രീസ് ചെയ്യിക്കുകയാണ് അറ്റ് എ പർട്ടിക്കുലർ വാട്ടർ കണ്ടൻറ്റ്. അതൊരു പർട്ടിക്കുലർ വാട്ടർ കണ്ടൻറ്റ്. ഇപ്പോൾ ആ ഒരു വാട്ടർ കണ്ടൻറ്റ് നമ്മൾ ആദ്യം ഫിക്സ് ചെയ്യുന്നു. ആ ഒരു വാട്ടർ കണ്ടൻറ്റിലായിരിക്കും സോയിലിനെ മെയിൻറ്റെയിൻ ചെയ്തിട്ട് അത്രയും വാട്ടർ ആഡ് ചെയ്തിട്ട് നമ്മൾ കോമ്പാക്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഡ്രൈ ആയിട്ട് കിടക്കുന്ന ഒരു സോയിലിനെ അടിച്ചുറപ്പിക്കുന്നതിലും നമുക്ക് എളുപ്പം എന്താണ്, ഈസി ആയിട്ടുള്ള എന്താണ്, കുറച്ച് വാട്ടർ ആഡ് ചെയ്ത ശേഷം അതിനെ അടിച്ചുറപ്പിക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ കോമ്പാക്റ്റ് ചെയ്യുന്നതായിരിക്കും. ആ ഒരു പ്രോസസ്സാണ് കോമ്പാക്ഷൻ എന്ന് പറയുന്നത്. അതേസമയം കൺസോൾട്ടേഷൻ എന്താണ്? ഇറ്റ്സ് എ നാച്ചുറൽ പ്രോസസ്സ്. കോമ്പാക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? നാച്ചുറലായിട്ട് നടക്കുന്നൊരു സംഭവമൊന്നുമില്ല, നമ്മൾ ഇൻറ്റൻഷനലി ചെയ്യുന്നതാണ്. പക്ഷേ കൺസോൾട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ നാച്ചുറൽ പ്രോസസ്സ് അണ്ടർ സസ്റ്റെയിൻഡ് ലോഡ്. ഇതിൽ ഓരോ ടേമും ഇമ്പോർട്ടൻ്റ് ആണ്. കൺസോൾട്ടേഷൻ എന്ന് പറയുമ്പം നാച്ചുറൽ പ്രോസസ്സാണ്, അതുപോലെ അണ്ടർ സസ്റ്റെയിൻഡ് ലോഡാണ്. സസ്റ്റെയിൻഡ് ലോഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ നാളത്തേക്ക് നിലനിൽക്കുന്ന ഒരു ലോഡാണ്, പെട്ടെന്ന് ആക്ട് ചെയ്ത് മാറുന്ന ഒരു ലോഡല്ല. കോമ്പാക്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾ അതിൻ്റെ മുകളിലേക്ക് ഒരു മെക്കാനിക്കൽ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു, റിമൂവ് ചെയ്യുന്നു, പിന്നെ അപ്ലൈ ചെയ്യുന്നു, റിമൂവ് ചെയ്യുന്നു. ഒരു പർട്ടിക്കുലർ ഒരു പെട്ടെന്നുള്ളൊരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് അല്ലെങ്കിൽ ഒരു ചെറിയൊരു ടൈം പീരീഡിലേക്ക് ആക്ട് ചെയ്യുന്നത്. അതേസമയം കൺസോൾട്ടേഷനോ നാച്ചുറൽ പ്രോസസ്സാണ്, സസ്റ്റെയിൻഡ് ലോഡിലാണ് ആക്ട് ചെയ്യുന്നത്. ഡ്യൂ ടു വിച്ച് വോളിയം ഓഫ് സോയിൽ ഡിക്രീസസ് ഗ്രാജുവലി. അത് കാരണം എന്ത് സംഭവിക്കുന്നു? ഈ ഒരു സസ്റ്റെയിൻഡ് ലോഡ് കാരണം സോയിലിൻ്റെ വോളിയം ഡിക്രീസ് ചെയ്യുന്നു. ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കൺസോൾട്ടേഷൻ. അതാണ് ഫസ്റ്റ് ഡിഫറൻസ് വന്നത്. സെക്കൻഡ്, എക്സ്പൾഷൻ. കോമ്പാക്ഷൻ സംഭവിക്കുന്നത് എയർ എക്സ്പൾഷൻ കാരണമാണ്. നമ്മൾ കോമ്പാക്റ്റ് ചെയ്യുമ്പോൾ അതിലെ വോയിഡ്സിലുള്ള എയർ പുറത്തു പോകുന്നത് കാരണമാണ് കോമ്പാക്ഷൻ സംഭവിക്കുന്നത്. അതേസമയം കൺസോൾട്ടേഷൻ ഉണ്ടാകുന്നതോ? കൺസോൾട്ടേഷൻ ഒക്കേഴ്സ് ഡ്യൂ ടു ദ എക്സ്പൾഷൻ ഓഫ് പോർ വാട്ടർ. അതാണ് മേജർ ഡിഫറൻസ് ആണത്. കോമ്പാക്ഷൻ എന്ന് പറയുമ്പം എയറിൻ്റെ എക്സ്പൾഷൻ കാരണമാണ് കോമ്പാക്ഷൻ സംഭവിക്കുന്നത്. കൺസോൾട്ടേഷൻ എന്ന് പറയുമ്പോൾ പോർ വാട്ടറിൻ്റെ എക്സ്പൾഷൻ കാരണം സംഭവിക്കുന്നു. അടുത്ത കോമ്പാക്ഷൻ ഓൾവേസ് പാർഷ്യലി സാച്ചുറേറ്റഡ് സോയിൽ. പാർഷ്യലി സാച്ചുറേറ്റഡ് സോയിലിലാണ് കോമ്പാക്ഷൻ സംഭവിക്കുന്നത്. എന്തുകൊണ്ടാണ്? എയർ എക്സ്പൾഷനാണ് കോമ്പാക്ഷൻ. അപ്പോൾ അതായത് വോയിഡ്സിൽ എന്തും ഉണ്ടായിരിക്കണം, എയറും ഉണ്ടായിരിക്കണം, വാട്ടറും ഉണ്ടായിരിക്കണം. അതേസമയം കൺസോൾട്ടേഷൻ സംഭവിക്കുന്നതോ ഫുള്ളി സാച്ചുറേറ്റഡ് സോയിൽ. ഫുള്ളി സാച്ചുറേറ്റഡ് സോയിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? വോയിഡ്സിൽ വാട്ടർ മാത്രമേ ഉള്ളൂ, അതുകൊണ്ടാണ് വാട്ടർ മാത്രം എക്സ്പെൽ ആകുന്നത്. കോമ്പാക്ഷൻ ആകുമ്പോൾ പാർഷ്യലി സാച്ചുറേറ്റഡ് സോയിലാണ്, അതുകൊണ്ട് എയറും എക്സ്പെൽ ആകും. ഓക്കെ, പിന്നെ അടുത്ത പോയിന്റ് നമ്മൾ പറഞ്ഞാണ് ഇറ്റ്സ് ആൻ ഇൻസ്റ്റൻറ്റീനിയസ് പ്രോസസ്സ്. കോമ്പാക്ഷൻ എന്ന് പറയുന്നത് ഒരു ഇൻസ്റ്റൻറ്റീനിയസ് പ്രോസസ്സാണ്, അതായത് പെട്ടെന്നൊരു ടൈമിലേക്ക് ആക്ട് ചെയ്യുന്നു. കൺസോൾട്ടേഷൻ എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ ടൈം ടേക്കിംഗ് പ്രോസസ്സ്. നാച്ചുറലായിട്ട് സംഭവിക്കുന്നതാണ്, വർഷങ്ങളോളം എടുത്ത് സംഭവിക്കുന്നതാണ് കൺസോൾട്ടേഷൻ എന്ന് പറയുന്നത്. കോമ്പാക്ഷന് നമ്മൾ അടുത്ത ഡിഫറൻസ് എന്താണ്? കോമ്പാക്ഷന് മെക്കാനിക്കൽ എക്യുപ്മെൻറ്റ്സ് യൂസ് ചെയ്യാറുണ്ട്. അതായത് റോളേഴ്സൊക്കെ നമുക്ക് ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിരുന്നു അല്ലേ? പല ടൈപ്സ് ഓഫ് റോളേഴ്സൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ അങ്ങനെ റോളേഴ്സ് യൂസ് ചെയ്തിട്ടും മെക്കാനിക്കൽ എക്യുപ്മെൻറ്റ്സ് യൂസ് ചെയ്തിട്ടുമാണ് കോമ്പാക്ഷൻ സംഭവിക്കുന്നത്. അതേസമയം കൺസോൾട്ടേഷനോ
കൺസോൾട്ടേഷൻ എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ പ്രോസസ്സാണ്, ഒരു ലോങ് പീരീഡ് ഓഫ് ടൈം, ഒരു ഇൻസ്റ്റൻറ്റീനിയസ് പ്രോസസ്സ് അല്ല. കൺസോൾട്ടേഷൻ എന്ന് പറയുന്നത് കുറച്ച് ഡ്യൂറേഷനുള്ള ഒരു പ്രോസസ്സാണ്. അടുത്ത എന്താണ്, കോമ്പാക്ഷൻ കൺസോൾട്ടേഷൻ തമ്മിലുള്ള അടുത്ത ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ, കോമ്പാക്ഷൻ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ്, എന്തെങ്കിലും ഒരു അഡ്വാൻറ്റേജ് നമുക്ക് ബെനിഫിറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതായത് സോയിലിൻ്റെ സ്ട്രെങ്ത് ഇമ്പ്രൂവ് ചെയ്യുക, അല്ലെങ്കിൽ സ്റ്റെബിലിറ്റി ഇൻക്രീസ് ചെയ്യുക, ബെയറിംഗ് കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യുക, അങ്ങനെ ഒരു ഇൻറ്റൻഷനോട് കൂടിയാണ് നമ്മൾ കോമ്പാക്ഷൻ ചെയ്യുന്നത്. അതേസമയം കൺസോൾട്ടേഷൻ എന്ന് പറയുമ്പോൾ അങ്ങനെ ബെനിഫിറ്റ്സ് ഒന്നും ഇല്ല. ഓക്കെ, ഈ ഒരു കമ്പാരിസൺ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കോമ്പാക്ഷനും കൺസോൾട്ടേഷനും. ഓക്കെ, ഇതാണ് ആ ഒരു ജസ്റ്റ് ഒരു ഇമേജ് കാണിച്ചേക്കാണ്, ഒരു സ്കിമാറ്റിക് ഡയഗ്രാം കാണിച്ചേക്കാണ്. കോമ്പാക്ഷൻ എന്ന് പറയുമ്പോൾ നോക്കിക്കേ, പാർഷ്യലി സാച്ചുറേറ്റഡ് സോയിലാണ് കോമ്പാക്ഷൻ സംഭവിക്കുന്നത്. പാർഷ്യലി സാച്ചുറേറ്റഡ് എന്ന് പറയുമ്പോൾ അതിൽ എന്തൊക്കെ ഉണ്ടാകും, സോയിലുണ്ട്, സോയിൽ പാർട്ടിക്കിൾസ് ഉണ്ട്, പിന്നെ ടോട്ടൽ വോയിഡ്സിൽ പാർഷ്യലി സാച്ചുറേറ്റഡ് എന്ന് പറഞ്ഞാൽ വാട്ടറും ഉണ്ടാകും, എയറും ഉണ്ടായിരിക്കും. അതാണ് ഈ ഫസ്റ്റ് ഫിഗർ കാണിച്ചേക്കുന്നത് അല്ലേ. ഓക്കെ, ഇതിൽ സോയിലുണ്ട്, വാട്ടറുണ്ട്, എയറുണ്ട്. അപ്പോൾ ഇതിന് കോമ്പാക്ഷൻ സംഭവിച്ച് കഴിയുമ്പോൾ എങ്ങനെയാണ്, എയർ എക്സ്പെൽ ആവുകയാണ് ചെയ്യുന്നത്. എയർ എക്സ്പെൽ ആകുമ്പോൾ നോക്കിക്കേ, എയറിൻ്റെ വോളിയം ഡിക്രീസ് ചെയ്തു. വാട്ടറും സോയിലും ഒക്കെ അതേപോലെ അതിൻ്റെ വോളിയം സെയിം ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നു, എയറിൻ്റെ വോളിയം മാത്രം ഡിക്രീസ് ചെയ്യുന്നു. അതേസമയം കൺസോൾട്ടേഷൻ നോക്കിക്കേ, കൺസോൾട്ടേഷൻ എന്ന് പറയുമ്പോൾ ഫുള്ളി സാച്ചുറേറ്റഡ് സോയിലാണ് സംഭവിക്കുന്നത് അല്ലേ. ഫുള്ളി സാച്ചുറേറ്റഡ് എന്ന് പറയുമ്പോൾ സോയിലും വാട്ടർ വോയിഡ്സ് ഫുൾ എന്താണ് ഫില്ല് ചെയ്തേക്കുന്നത്, വാട്ടറാണ്. അതിൽ എയർ പാർട്ടിക്കിൾസ് ഇല്ല. അപ്പോൾ എന്താ സംഭവിക്കുന്നത്, കൺസോൾട്ടേഷൻ എന്ന് പറയുമ്പോൾ ഈ വാട്ടർ എക്സ്പെൽ ആകുന്നു, അതായത് വാട്ടറിൻ്റെ വോളിയം ഡിക്രീസ് ചെയ്തേക്കുന്നു. ഇതാണ് കോമ്പാക്ഷനും കൺസോൾട്ടേഷനും തമ്മിലുള്ള ഒരു ഡിഫറൻസ്. അതുപോലെ തന്നെ കോമ്പാക്ഷൻ എന്ന് പറയുമ്പോൾ നോക്കിക്കേ, ഒരു മെക്കാനിക്കൽ പ്രോസസ്സാണ്, ഒരു മെക്കാനിക്കൽ ഫോഴ്സ് നമ്മൾ അതിൻ്റെ സർഫസിൽ പ്രൊവൈഡ് ചെയ്യുമ്പോഴാണ് കോമ്പാക്റ്റ് ആകുന്നത്. കൺസോൾട്ടേഷൻ എന്ന് പറയുമ്പോഴോ അങ്ങനെ നമ്മൾ എക്സ്റ്റേണലി ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നൊന്നുമില്ല. ഇപ്പോൾ നോക്കിക്കേ, ഇവിടെ സോയിൽ നമ്മളൊരു ഒരു കൺസ്ട്രക്ഷൻ ഉണ്ട്, ഒരു വീട് വെച്ചേക്കാണ്. അപ്പോൾ ആ ഒരു ബിൽഡിങ്ങിൻ്റെ വെയിറ്റ് കാരണം നാച്ചുറലായിട്ട് വർഷങ്ങളോളം എടുത്ത് സംഭവിക്കുന്ന പ്രോസസ്സാണ് കൺസോൾട്ടേഷൻ എന്ന് പറയുന്നത്. അല്ലാതെ നമ്മൾ ഇൻറ്റൻഷനലി ഇതിന് സോയിലിൻ്റെ പ്രോപ്പർട്ടി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്നും ലോഡ് അപ്ലൈ ചെയ്യുന്നില്ല. ഇവിടെ എന്താണ്, കോമ്പാക്ഷൻ എന്ന് പറയുമ്പം സോയിൽ പ്രോപ്പർട്ടി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്തതാണ് IS ലൈറ്റ് കോമ്പാക്ഷൻ ടെസ്റ്റ്. നിങ്ങൾ സിലബസിൽ പറഞ്ഞേക്കുന്ന ഫസ്റ്റ് ടോപ്പിക്ക് കഴിഞ്ഞു, കോമ്പാക്ഷൻ വേഴ്സസ് എന്തായിരുന്നു, കൺസോൾട്ടേഷൻ്റെ കമ്പാരിസൺ ആയിരുന്നു. ഇനി അടുത്തത് IS ലൈറ്റ് കോമ്പാക്ഷൻ ടെസ്റ്റും ഹെവി കോമ്പാക്ഷൻ ടെസ്റ്റും ഉണ്ട്. IS ലൈറ്റ് കോമ്പാക്ഷൻ ടെസ്റ്റ് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറയും. ഹെവി കോമ്പാക്ഷൻ എന്ന് പറയുമ്പം സെയിം മെത്തേഡ്സ് തന്നെയാണ്, ആ ഒരു നമ്മൾ അപ്ലൈ ചെയ്യുന്ന ആ ഒരു ലോഡിലുള്ള ചെറിയ വേരിയേഷൻസ് അത് നമുക്ക് കമ്പയർ ചെയ്ത് പറയാം. പ്രൊസീജിയർ എല്ലാം സെയിം തന്നെ. IS ലൈറ്റ് കോമ്പാക്ഷൻ ടെസ്റ്റ് നന്നായി പഠിക്കുക, ഹെവി കോമ്പാക്ഷൻ അത് വെച്ച് കമ്പയർ ചെയ്ത് നിങ്ങൾക്ക് എഴുതാവുന്നതേ ഉള്ളൂ. ഓക്കെ, IS ലൈറ്റ് കോമ്പാക്ഷൻ ടെസ്റ്റ് അതിൻ്റെ ഒബ്ജക്റ്റീവ് എന്താണ്, എന്തിനു വേണ്ടിയാണ് ചെയ്യുന്നത്, IS കോമ്പാക്ഷൻ ടെസ്റ്റ്, അതായത് ലൈറ്റ് കോമ്പാക്ഷൻ എന്തിനു വേണ്ടിയാണ് ചെയ്യുന്നത്, ഫോർ ദി ഡിറ്റർമിനേഷൻ ഓഫ് റിലേഷൻ ബിറ്റ്വീൻ ദ വാട്ടർ കണ്ടൻറ്റ് ആൻഡ് ദ ഡ്രൈ ഡെൻസിറ്റി ഓഫ് സോയിൽസ് യൂസിങ് ലൈറ്റ് കോമ്പാക്ഷൻ. അതായത് നമ്മളിപ്പോൾ പറഞ്ഞു, കോമ്പാക്ഷൻ എന്ന് പറയുന്നത് ഒരു മെക്കാനിക്കൽ പ്രോസസ്സാണ്, സോയിൽ പ്രോപ്പർട്ടി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഫീൽഡിൽ നമുക്ക് എത്ര വാട്ടർ കണ്ടൻറ്റിലാണ് മാക്സിമം ഡ്രൈ ഡെൻസിറ്റി കിട്ടുന്നത്, യൂണിറ്റ് വെയിറ്റ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയല്ലേ നമ്മൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഡെൻസിറ്റി അതിൻ്റെ ഒരു ഹാർഡ്നെസ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി, സ്ട്രോങ് ആക്കാൻ വേണ്ടിയാണ് ചെയ്യുന്നത്. അപ്പം ഏതൊരു വാട്ടർ കണ്ടൻറ്റ് ആഡ് ചെയ്യുമ്പോഴാണ് ആ ഒരു പർട്ടിക്കുലർ സോയിലിന് മാക്സിമം ഡ്രൈ ഡെൻസിറ്റി അല്ലെങ്കിൽ മാക്സിമം ഡെൻസിറ്റി അറ്റൈൻ ചെയ്യുന്നത് എന്ന് ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് നടത്തുന്നത്, IS ലൈറ്റ് കോമ്പാക്ഷൻ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നത്. അതാണ് ടെസ്റ്റിൻ്റെ ഒബ്ജക്റ്റീവ്. അപ്പോൾ അതിന് ഒരു റെഫറൻസ് സ്റ്റാൻഡേർഡ് ഉണ്ടായിരിക്കും. ഇപ്പം നമ്മൾ ഏതൊരു ഇപ്പോൾ ജിയോടെക്കിനുള്ള നമ്മുടെ ഏത് ഒരു പ്രോസസ്സ് എടുത്താലും അല്ലെങ്കിൽ ഏത് എക്സ്പെരിമെൻ്റ് എടുത്താലും അതെല്ലാം സ്റ്റാൻഡേർഡ്സ്, അതായത് IS കോഡ്സിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ആ ഒരു മെഷർമെൻറ്റും കാര്യങ്ങളും ഒക്കെ എടുക്കുന്നത്. അപ്പോൾ IS ലൈറ്റ് കോമ്പാക്ഷൻ ടെസ്റ്റിന് തന്നെ നമ്മൾ അപ്ലൈ ചെയ്യേണ്ട ലോഡ് എത്രയാണ്, എത്ര നമ്പർ ഓഫ് ബ്ലോസ് കൊടുക്കണം, അല്ലെങ്കിൽ ആ മോൾഡിൻ്റെ സൈസ് എന്താണ്, ഇതെല്ലാം നമ്മൾ IS കോഡ് പ്രകാരമാണ് പറയുന്നത്. അത് വെച്ചാണ് നമ്മൾ ഫീൽഡിൽ ചെയ്യുന്നതും. അപ്പോൾ അതിൻ്റെ ഒരു റെഫറൻസ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് IS കോഡ് IS 2720 പാർട്ട് 7
പാർട്ട് 7-ലാണ് ഈ ലൈറ്റ് കോമ്പാക്ഷൻ്റെ ആ ഒരു സ്റ്റാൻഡേർഡ്സൊക്കെ പറയുന്നത്. ജസ്റ്റ് നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട്, നമ്മൾ IS കോഡ് പ്രകാരമാണ് ഇതെല്ലാം ചെയ്യുന്നതെന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. അത്ര ഇമ്പോർട്ടൻ്റ് അല്ല ഈ ഒരു കോഡ്, നിങ്ങളിങ്ങനെ കാണാൻ പഠിക്കുകയൊന്നും വേണ്ട. ജസ്റ്റ് ഇങ്ങനെ IS 2720 പാർട്ട് 7 ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ സ്റ്റാൻഡേർഡ്സ് ഫിക്സ് ചെയ്തിരിക്കുന്നതെന്ന് മാത്രം മനസ്സിലാക്കുക. ഇനി അടുത്തത് എക്യുപ്മെൻറ്റ്സ് ആൻഡ് അപ്പാരറ്റസ്. നമുക്ക് ഈ ഒരു ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ എക്യുപ്മെൻറ്റ്സ് വേണം? ഫസ്റ്റ് ഒരു സിലിണ്ട്രിക്കൽ മോൾഡും അതിൻ്റെ ആക്സസറീസും വേണം. അതിൻ്റെ വോളിയം 1000 cm3. ആദ്യം നമുക്ക് വേണ്ടത് 1000 cm3 വോളിയമുള്ള ഒരു സിലിണ്ട്രിക്കൽ മോൾഡ്. ഇതാണ് ആ ഒരു മോൾഡ് കാണിച്ചിരിക്കുന്നത്. ആ മോൾഡ് ഒരു ബേസ് പ്ലേറ്റിൽ അറ്റാച്ച് ചെയ്തതിൻ്റെ താഴെ കണ്ടോ, ഈ മോൾഡിൻ്റെ രണ്ട് സൈഡും ഓപ്പൺ ആണ്. ഓക്കെ, അതിൻ്റെ ബേസ് പ്ലേറ്റ് അതിൻ്റെ ആ മോൾഡിൻ്റെ ബേസ് എവിടെയാണ്, ഈ ബേസ് പ്ലേറ്റിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവും. ഇത് നമുക്ക് ഡിറ്റാച്ചബിൾ ആണ്. ഈ മോൾഡും ബേസ് പ്ലേറ്റും ഡിറ്റാച്ച് ചെയ്യാൻ പറ്റും. ഈ മോൾഡിലാണ് നമ്മൾ സോയിൽ ഫില്ല് ചെയ്യുന്നത്. പിന്നെ ഇതിനോടൊപ്പം തന്നെ ഒരു എക്സ്റ്റൻഷനുമുണ്ട്. ഉണ്ടോ, ഇതാണ് എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത്. അതായത് ഈ ഒരു പാർട്ട് നമുക്കിവിടെ കൊണ്ടുവന്ന് അറ്റാച്ച് ചെയ്ത്, ഇതിൻ്റെ ടോപ്പിൽ കണ്ട് ഇവിടെ ഒരു ഗ്രൂവ് ഉണ്ട്. ഇതിൽ നമുക്ക് ജസ്റ്റ് അറ്റാച്ച് ചെയ്ത് വെക്കാൻ പറ്റും, ഇതിൻ്റെ ഹൈറ്റ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ സിലിണ്ട്രിക്കൽ മോൾഡ് ആൻഡ് ആക്സസറീസ് എന്ന് പറയുമ്പോൾ അതിലെന്തൊക്കെയാണ് വരുന്നത്? ഒരു മോൾഡുണ്ട്, പിന്നെ അതിനൊരു ബേസ് പ്ലേറ്റ് ഉണ്ട്, ഒരു എക്സ്റ്റൻഷൻ ഉണ്ട്. മോൾഡിൻ്റെ വോളിയം എത്രയാണ്, അല്ലെങ്കിൽ കപ്പാസിറ്റി എത്രയാണ്? 1000 cm3. ഓക്കെ, അടുത്ത അപ്പാരറ്റസ് എന്ന് പറയുന്നത് ഒരു റാമറിൻ്റെ വെയിറ്റ് എത്രയാണ്? 2.6 kg, 2.6, 2.5 kg ഒക്കെ യൂസ് ചെയ്യാറുണ്ട്. അപ്പം ആദ്യത്തത് മോൾഡ്, പിന്നെ മോൾഡിൽ നമ്മൾ സോയിൽ ഫില്ല് ചെയ്യും, എന്നിട്ട് അതിനെ നമുക്ക് കോമ്പാക്റ്റ് ചെയ്യണം. ലാബിൽ കോമ്പാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് റാമർ. ഓക്കെ, റാമർ എന്ന് പറയുന്നത് ഇങ്ങനെ ഇരിക്കും, നമ്മൾ ലാബിൽ ചെയ്യുന്ന ഇത് വെച്ചിട്ടാണ്. അടുത്തൊരു ബാലൻസ്, നമുക്ക് വെയിറ്റ് ഒക്കെ എടുക്കണം. വെയിറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ബാലൻസ്, 1 gram ആക്യുറസി ഉള്ളൊരു ബാലൻസ് വേണം. പിന്നീട് സീവ്സ്, നമുക്ക് സോയിൽ സീവ് ചെയ്ത് വേണം എടുക്കാനായിട്ട്. IS കോഡ് പ്രകാരം അതിൻ്റെ സീവ് സൈസ് ഒക്കെ ഫിക്സ്ഡ് ആണ്. ആ ഒരു സീവിലൂടെ സീവ് ചെയ്തെടുത്ത സോയിൽ വേണം നമ്മൾ ടെസ്റ്റ്, ഈ ഒരു ലൈറ്റ് കോമ്പാക്ഷൻ ടെസ്റ്റിന് വേണ്ടി യൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ അതിന് സീവ്സ് ഉണ്ടായിരിക്കും. പിന്നെ മിക്സിംഗ് ട്രേ, ഇതിന് ഈ സോയിലിനെ ഓരോ പെർസെൻറ്റേജ് വാട്ടറും ആഡ് ചെയ്താണ് നമ്മൾ ഏത് വാട്ടർ കണ്ടൻറ്റിലാണ് മാക്സിമം ഡ്രൈ ഡെൻസിറ്റി കിട്ടുന്നതെന്ന് നമ്മൾ കണ്ടുപിടിക്കുക. അപ്പോൾ അന്നേരം അത് ഈ സോയിലിൽ ഓരോ പെർസെൻറ്റേജ് വാട്ടർ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മിക്സിംഗ് ട്രേ ഉണ്ടായിരിക്കും. ഇതിലാണ് സോയിലിട്ട് അതിനുശേഷം അതിലേക്ക് വാട്ടർ ഒഴിച്ച് നമ്മൾ മിക്സ് ചെയ്തെടുക്കുന്നത്. ഇനി അടുത്ത ട്രവൽ വേണം മിക്സിങ്ങിന് വേണ്ടിയിട്ട്. പിന്നെ ഒരു ഗ്രാജുവേറ്റഡ് സിലിണ്ടർ വേണം, അതായത് വാട്ടർ നമുക്ക് വാട്ടർ കണ്ടൻറ്റ് ആഡ് ചെയ്യണമല്ലോ, അപ്പോൾ അതിനുള്ള വാട്ടർ മെഷർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു മെറ്റൽ കണ്ടെയ്നർ വേണം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ അപ്പാരറ്റസ് എന്ന് പറയുന്നത്. ഇനി നമുക്കതിൻ്റെ സാമ്പിൾ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കാം. ഒബ്റ്റെയിൻ എ സഫിഷ്യൻറ്റ് ക്വാണ്ടിറ്റി, യൂഷ്വലി ഒരു 10 kg ഒക്കെ നമുക്ക് വേണ്ട സാമ്പിൾ കുറച്ച് 5 കിലോയൊക്കെ വേണ്ടി വരുള്ളൂ. പക്ഷേ എന്നാലും നമ്മൾ കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി സോയിൽ, ഒരു 10 kilogram ഒക്കെ സോയിൽ, എയർ ഡ്രൈഡ് സോയിൽ ആൻഡ് പൾവറൈസ് ഇറ്റ്. നമ്മൾ ഏത് ഫീൽഡിലെ സോയിലാണോ നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അവിടെ നിന്നൊരു എബൌട്ട് 10 കിലോയൊക്കെ സോയിൽ കളക്ട് ചെയ്യുക. അതിനുശേഷം നമ്മളതിനെ ഡ്രൈ ചെയ്ത് സോയിലിനെ എന്ത് ചെയ്യുക, പൾവറൈസ് ചെയ്യുക. വലിയ വലിയ കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ പൊടിച്ച് പൾവറൈസ് ചെയ്തെടുക്കുക. അതിനുശേഷം അതിൽ നിന്നൊരു 5 kilogram ഓഫ് സോയിൽ എടുക്കുക. 10 കിലോ നമ്മൾ ഫീൽഡിൽ നിന്ന് കളക്ട് ചെയ്തു, അതിൽ നിന്നൊരു 5 കിലോ സോയിൽ എടുത്തിട്ട് പാസ് ചെയ്യുക. ആ ഒരു 5 കിലോ സോയിൽ എന്ന് പറയുന്നത് എന്താണ്? പാസിങ് ത്രൂ 19 mm സീവിൻ്റെ മിക്സിംഗ് ട്രേ. ഓക്കെ, അപ്പോൾ ഈ 10 കിലോ സോയിൽ കൊണ്ടുവന്നാൽ ചിലപ്പോൾ നമ്മൾ ഈ സീവ് ചെയ്ത് കളയുമ്പം 19 mm താഴെയുള്ള സോയിൽ പാർട്ടിക്കിളാണ് നമുക്ക് വേണ്ടത്. ഇവിടെ സീവ് ചെയ്ത് നമുക്ക് എത്ര കിട്ടണം? 19 mm സീവ് ചെയ്ത് കഴിയുമ്പോൾ 5 കിലോ സോയിൽ കിട്ടണം. അപ്പോൾ ആ ഒരു 5 കിലോ സോയിൽ നമ്മൾ കളക്ട് ചെയ്യുക. അതാണ് നമ്മുടെ സാമ്പിൾ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത്. ഈ ഒരു 5 kg സോയിലാണ് പിന്നീട് നമ്മൾ എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നത്? നമ്മുടെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇനി അതിൻ്റെ പ്രൊസീജിയറിൽ എടുക്കുക. അപ്പോൾ നമ്മുടെ സോയിൽ സാമ്പിൾ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്, 5 kg 19 mm സീവിലൂടെ പാസ് ചെയ്തത്. ഓക്കെ, ഇനി നമുക്കത് ടെസ്റ്റ് ചെയ്യുന്നതിൻ്റെ പ്രൊസീജിയർ നോക്കാം. പ്രൊസീജിയർ എങ്ങനെയാണ്? 5 kg of soil is taken and the water is added to bring its moisture content to about 4% in coarse grained soil and 8% in the case of fine grained soils. ഓക്കെ, അതായത് ഇപ്പം നമ്മൾ സോയിൽ എടുത്ത് 5 കിലോ സോയിൽ എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, അതിൽ അപ്പോൾ കോസ് ഗ്രെയിൻഡ് സോയിലാണെങ്കിൽ, നമ്മൾ കളക്ട് ചെയ്ത സോയിൽ കോസ് ഗ്രെയിൻഡ് ആണെങ്കിൽ അല്ലെങ്കിൽ വലിയ പാർട്ടിക്കിളാണെങ്കിൽ നമ്മളതിലേക്ക് 4% വാട്ടർ ആഡ് ചെയ്യും. അതായത് 5 kg ആണ് നമ്മളിപ്പോൾ എടുത്തേക്കുന്ന സോയിലെങ്കിൽ അതിൻ്റെ 4%, 5 kgയുടെ 4% വാട്ടർ നമ്മൾ അതിലേക്ക് ആഡ് ചെയ്യും. കോസ് ഗ്രെയിൻഡ്, ഫൈൻ ഗ്രെയിൻഡ് സോയിലാണ്, അതായത് ക്ലേ സോയിലൊക്കെയാണ് നമ്മൾ എടുത്തേക്കുന്നതെങ്കിൽ എന്ത് ചെയ്യും? 8% വാട്ടർ ആഡ് ചെയ്യും. അതായത് 5 kgയുടെ 8% വാട്ടർ ആഡ് ചെയ്യും. അതിനാണ് നമ്മൾ ഗ്രാജുവേറ്റഡ് സിലിണ്ടർ
എടുത്ത് വെച്ചത്. മെഷർ എഴുതി വേണം നമ്മളത് എടുക്കാനായിട്ട്. അപ്പോൾ അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഒരു മിക്സിങ് ട്രേയിലേക്ക് ഇട്ടിട്ട് അതിനെ നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് വാട്ടർ എല്ലാ റീജിയനിലും, ഈ ഒരു സോയിലിൻ്റെ എല്ലാ ഭാഗത്തും എത്തിയ ശേഷം എന്ത് ചെയ്യണം, നമ്മുടെ മോൾഡ് ആദ്യം നമ്മൾ എടുത്ത ആ ബേസ് പ്ലേറ്റിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്ന മോൾഡ് ഉണ്ടല്ലോ, ആ മോൾഡ് ബേസ് പ്ലേറ്റിലേക്ക് അറ്റാച്ച് ചെയ്യുക. അതിനുശേഷം ഈ സോയിൽ നമ്മളതിലേക്ക് ഫില്ല് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഈ ഒരു മോൾഡും ബേസ് പ്ലേറ്റും കൂടെയുള്ള വെയിറ്റ് കൊണ്ടുവന്നിട്ട് മെഷർ ചെയ്യണം. ബാലൻസിൽ വെയിറ്റ് മെഷർ ചെയ്യുക. അപ്പോൾ ആ എം ടി വെയിറ്റ്, മോൾഡും ബേസ് പ്ലേറ്റും കൂടെയുള്ള എം ടി വെയിറ്റ് നമ്മൾ W1 എന്ന് നോട്ട് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ അതിനകത്ത് എക്സ്റ്റൻഷൻ കോളർ, ഇതിൻ്റെ ഹൈറ്റ് കൂട്ടാൻ വേണ്ടി നമ്മൾ എക്സ്റ്റൻഷൻ കോളർ ഉണ്ടല്ലോ അതുകൂടി അറ്റാച്ച് ചെയ്ത് വെക്കുന്നു. വെയിറ്റ് മെഷർ ചെയ്യുമ്പോൾ എക്സ്റ്റൻഷൻ കോളർ വേണ്ട, ഈ ഒരു മോൾഡും ബേസ് പ്ലേറ്റും മാത്രം മതി. അത് നമ്മൾ W1 എന്ന് നോട്ട് ചെയ്തു. അതിനുശേഷം നമ്മൾ ഈ എക്സ്റ്റൻഷൻ കോളർ കൂടി അറ്റാച്ച് ചെയ്യുന്നു. അതിനുശേഷം എന്ത് ചെയ്യുന്നു, നമ്മുടെ ഈ സോയിൽ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, ആ മിക്സ് ചെയ്തിരിക്കുന്ന സോയിലിനെ നമ്മൾ ഇതിലേക്ക് ഫില്ല് ചെയ്യണം. ഫില്ല് ചെയ്യുമ്പോൾ 3 ലെയേഴ്സ് ആയിട്ടാണ് നമ്മൾ ഫില്ല് ചെയ്യുന്നത്. 3 ലെയേഴ്സ് ആയിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സോയിലിനെ നമ്മളൊരു 3ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട്, ഏകദേശം 3ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഫസ്റ്റ് ലെയർ ഫില്ല് ചെയ്യുക. അല്ലെങ്കിൽ ഫസ്റ്റ് ലെയർ ഫില്ല് ചെയ്യുക. അതിനുശേഷം അതിന് 25 ബ്ലോസ് കൊടുക്കുക. നമുക്ക് 2.6 kgയുടെ ഒരു റാമർ ഉണ്ടല്ലോ, ഈ റാമറിൻ്റെ ആ ഒരു ഹൈറ്റ് നമുക്ക് ഫിക്സ് ചെയ്തേക്കുന്നത് 310 mm ആണ്. സോയിലിനും 310 mm എബോവ് ആണ് കിട്ടിയേക്കുന്നത്. അപ്പോൾ ആ ഒരു ഹൈറ്റിൽ നിന്ന് നമ്മൾ ഈ റാമർ ഡ്രോപ്പ് ചെയ്യുന്നു. ഡ്രോപ്പ് ചെയ്യുമ്പോൾ ഈ ഓരോ ലെയറിനും എത്രയാണ് 25 ബ്ലോസ് വെച്ച് കൊടുക്കുന്നു. മനസ്സിലായോ? ആദ്യം നമ്മൾ ഒരു ലെയർ ഫില്ല് ചെയ്തു, അതിന് 25 ബ്ലോസ് കൊടുക്കുന്നു. പിന്നെ എന്ത് ചെയ്യും, ബാക്കി സോയിലെടുത്ത് അടുത്ത ലെയർ ഫില്ല് ചെയ്യുന്നു, അതിനും നമ്മൾ 25 ബ്ലോസ് കൊടുക്കുന്നു. അതിനുശേഷം അടുത്ത 3ാമത്തെ ലെയറും ഫില്ല് ചെയ്യുന്നു, 25 ബ്ലോസ് കൊടുക്കുന്നു. ഈ ഒരു 3 ലെയറും ആകുമ്പോഴേക്കും സോയിൽ കോമ്പാക്റ്റ് ചെയ്ത് ഈ ഒരു മോൾഡിൻ്റെ മുകളിലേക്ക് എത്തിയിട്ടുണ്ടാവും. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ എക്സ്റ്റൻഷനെ നമ്മളങ്ങ് റിമൂവ് ചെയ്തിട്ട് അപ്പോൾ ഈ ഒരു മോൾഡിന് പുറത്തോട്ടും സോയിൽ കാണും. അതായത് നമ്മൾ ഈ എക്സ്റ്റൻഷൻ അങ്ങ് നമുക്ക് ശരിക്കും വേണ്ട ഹൈറ്റ് എന്ന് വെച്ചാൽ മോൾഡിൻ്റെ ഹൈറ്റ് വരെ മതി സോയിൽ. പിന്നെ എക്സ്റ്റൻഷൻ വെക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ടോപ്പ് സർഫസൊക്കെ നല്ല ലെവലായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു എക്സ്റ്റൻഷൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഹൈറ്റ് ടോപ്പിലേക്ക് സോയിൽ ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ അതിങ്ങനെ ചെത്തി കളഞ്ഞിട്ട് ആ ഒരു മോൾഡിൻ്റെ ഹൈറ്റിലേക്ക് സോയിലിനെ ഫില്ല് ചെയ്ത് വെക്കാം. അതിനുശേഷം എന്ത് ചെയ്യുക, ഈ ഒരു സോയിൽ നമുക്കിപ്പം മോൾഡിൽ കോമ്പാക്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സോയിലുണ്ട്, അതിന് സർഫസ് ലെവൽ ചെയ്യുക. സർഫസ് ലെവൽ ചെയ്ത ശേഷം ഈ മോൾഡും ബേസ് പ്ലേറ്റും കൂടി കൊണ്ടുവന്നിട്ട് നമ്മൾ വെയിറ്റ് എടുക്കുക. ആ വെയിറ്റ് W2 എന്ന് പറഞ്ഞ് നോട്ട് ചെയ്യുക. അപ്പോൾ അതിലെന്തൊക്കെയുണ്ട്, W2 എന്ന് പറയുമ്പോൾ അതിലെന്തൊക്കെയുണ്ട്, കോമ്പാക്റ്റഡ് സോയിലുണ്ട്, മോൾഡുണ്ട്, ബേസ് പ്ലേറ്റ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അന്നേരം ആദ്യം നമുക്ക് കിട്ടിയ W1 എന്തായിരുന്നു, MT മോൾഡും ബേസ് പ്ലേറ്റും ആയിരുന്നു. അപ്പോൾ നോക്കിക്കേ, നിങ്ങൾ ഈ 2 വാല്യൂസ് മൈനസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും, ആ മോൾഡിനുള്ളിലുള്ള കോമ്പാക്റ്റഡ് സോയിലിൻ്റെ വെയിറ്റ് കിട്ടും. ഓക്കെ, അപ്പം സോയിൽ ഈസ് റിമൂവ്ഡ് ഫ്രം ദി മോൾഡ് ആൻഡ് റെപ്രസെൻറ്റേറ്റീവ് സോയിൽ. അപ്പോൾ നമ്മൾ ഈ ഒരു വാട്ടർ കണ്ടൻറ്റ് നമ്മളിപ്പോൾ 4% പറഞ്ഞായിരിക്കും ആഡ് ചെയ്തേക്കുന്നത്. പക്ഷേ അത് ആക്ച്വൽ വാട്ടർ കണ്ടൻറ്റ് കണ്ടുപിടിക്കാനായിട്ട് നിങ്ങൾ ആ ഒരു ടൈമിൽ തന്നെ വെയിറ്റ് എടുത്ത ശേഷം അപ്പോൾ തന്നെ ഇതിൽ നിന്നും ഒരു ചെറിയ കുറച്ച് സാമ്പിൾ എടുത്ത് കണ്ടെയ്നറിലാക്കി ഓവനിൽ കൊണ്ടുവന്ന് വെക്കുക. ഓക്കെ, എന്തിനാണ്, വാട്ടർ കണ്ടൻറ്റ്, നമ്മുടെ കറക്റ്റ് വാട്ടർ കണ്ടൻറ്റ് എത്രയാണ് സോയിലെ വാട്ടർ കണ്ടൻറ്റ് എന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ അത്രയും ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മുടെ പ്രൊസീജിയർ കഴിയുന്നു. പിന്നെ എന്ത് ചെയ്യുന്നു, ഇതിനെയെല്ലാം ഈ സോയിലിനെ വീണ്ടും നമ്മൾ പുറത്തെടുത്ത ശേഷം ഇതിൽ വീണ്ടും അടുത്ത ഈ പറഞ്ഞിരിക്കുന്നതിൽ ഒരു 3 to 6 അത്രയും സ്റ്റെപ്സ് നമ്മൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യുക അടുത്ത വാട്ടർ കണ്ടൻറ്റിൽ. അതായത് ഇപ്പം നമ്മൾ 4% വാട്ടർ ആഡ് ചെയ്തിട്ടുണ്ട്, ഇനി അതിൻ്റെ ഒപ്പം എത്രയായിരുന്നു, ഒരു 2% വാട്ടർ കൂടി അതിനോടൊപ്പം ആഡ് ചെയ്യുക. ഈ സെയിം പ്രൊസീജിയർ റിപ്പീറ്റ് ചെയ്യുക. വീണ്ടും സോയിൽ പുറത്തെടുത്തിട്ട് വീണ്ടും ഒരു 2% ആഡ് ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും, ഓരോ 2% ആഡ് ചെയ്യുമ്പോഴും ഇതിൻ്റെ വെയിറ്റ് ഇൻക്രീസ് ചെയ്ത് വരുന്ന കാണാം. ഈ വെയിറ്റ് ഇൻക്രീസ് ചെയ്ത് ഒരു പർട്ടിക്കുലർ പോയിൻ്റ് എത്തിക്കഴിയുമ്പോൾ പിന്നീട് നമുക്ക് കാണാൻ കഴിയും എന്താണ്, വാട്ടർ കണ്ടൻറ്റ് ആഡ് ചെയ്ത് കോമ്പാക്റ്റ് ചെയ്യുന്നതനുസരിച്ച് ഇതിൻ്റെ വെയിറ്റ് കുറയുകയാണെന്ന്, പിന്നീട് വെയിറ്റ് കുറയാൻ തുടങ്ങും. അപ്പോൾ നിങ്ങൾ വെയിറ്റ് കുറയാൻ തുടങ്ങുമ്പോൾ കുറഞ്ഞ ശേഷം ഒരു 2 വാല്യൂ കൂടി അങ്ങനെ ചെയ്യുക. അതിനുശേഷം ഈ ടെസ്റ്റ് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. ഇതാണ് ഇതിൻ്റെ ഒരു പ്രൊസീജിയർ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ഇതിൻ്റെ കാൽക്കുലേഷൻ പാർട്ടിലേക്ക് കിടക്കുകയാണെങ്കിൽ
ഗാമ എം എന്ന് പറയുന്നത് W1 - W2/Vm എന്നുള്ളതാണ്. ഇത് നമുക്ക് തിരിച്ചെഴുതാം. ശരിക്കും W2 ആയിരിക്കും കൂടുതൽ വരുന്നത്. അതായത് ഈ മോൾഡിലുള്ള സോയിലിൻ്റെ, അതായത് കോമ്പാക്റ്റഡ് സോയിലിൻ്റെ യൂണിറ്റ് വെയിറ്റ് കിട്ടണമെങ്കിൽ ആ കോമ്പാക്റ്റഡ് സോയിലിൻ്റെ വെയിറ്റ് ഡിവൈഡഡ് ബൈ ആ ഒരു കോമ്പാക്റ്റഡ് സോയിൽ ഫില്ല് ചെയ്തിരിക്കുന്ന വോളിയം അത് ചെയ്താൽ മതിയല്ലോ. അപ്പോൾ ആ ഒരു കോമ്പാക്റ്റഡ് സോയിലിൻ്റെ വെയിറ്റ് നമുക്ക് എങ്ങനെ കിട്ടും? W2 - W1 ചെയ്യുമ്പം കിട്ടും. Vm എന്ന് പറയുന്നത് ആ മോൾഡിൻ്റെ വോളിയം എത്രയാണ്? 1000 cc ആണ്. നമ്മൾ എടുത്തേക്കുന്ന മോൾഡിൻ്റെ വോളിയം 1000 cc ആണ്. ഇത് ചെയ്യുമ്പോഴേക്കും നമുക്ക് എന്ത് കിട്ടും? മോൾഡിലുള്ള കോമ്പാക്റ്റഡ് സോയിലിൻ്റെ യൂണിറ്റ് വെയിറ്റ് കിട്ടും. അപ്പോൾ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? വാട്ടർ കണ്ടൻറ്റോട് കൂടിയുള്ള വെയിറ്റ്. അതിൽ നിന്ന് ഗാമ ഡി കിട്ടണമെങ്കിൽ ഗാമ എം ഡിവൈഡ് ബൈ കിട്ടിയ വാല്യൂ ഡിവൈഡഡ് ബൈ 1 + W. ഓക്കെ, 1 + W W എന്ന് പറയുന്നത് വാട്ടർ കണ്ടൻ്റാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും ചെയ്ത ശേഷം നമ്മൾ ഈ ഒരു ഗ്രാഫ് പ്ലോട്ട് ചെയ്യുക. നമുക്ക് കിട്ടിയ ഓരോ വാല്യൂവിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമുക്ക് ആഡ് ചെയ്ത വാട്ടർ കണ്ടൻറ്റ് അറിയാം. ആ സമയത്തുള്ള ഡ്രൈ ഡെൻസിറ്റി, ഓരോ വാട്ടർ കണ്ടൻറ്റിനുമുള്ള ഡ്രൈ ഡെൻസിറ്റി നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഒരു വാട്ടർ കണ്ടൻറ്റ് ഉണ്ട്, അതിന് കറസ്പോണ്ടിങ് ഡ്രൈ ഡെൻസിറ്റി ഉണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മളൊരു ഗ്രാഫ് പ്ലോട്ട് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ ഒരു ഗ്രാഫ് പ്ലോട്ട് ചെയ്യുമ്പോൾ ഈ ഒരു ഷേപ്പായിരിക്കും നമുക്ക് കിട്ടുന്നത്. അതായത് എക്സ് ആക്സിസിൽ വാട്ടർ കണ്ടൻറ്റും വൈ ആക്സിസിൽ ഡ്രൈ ഡെൻസിറ്റിയും പ്ലോട്ട് ചെയ്യുന്നു. അപ്പം ഈ ഒരു നോക്കിക്കേ, ഇപ്പോൾ ഒരു 6% വാട്ടർ കണ്ടൻറ്റ് ഉള്ളപ്പോൾ ഡ്രൈ ഡെൻസിറ്റി എന്ന് പറയുന്നത് 6% വാട്ടർ കണ്ടൻറ്റ് ഉള്ളപ്പോൾ ഡ്രൈ ഡെൻസിറ്റി ഇപ്പോൾ ഇങ്ങനെ ഒരു വാല്യൂ, ഈ പോയിന്റിൽ കാണിച്ചിരിക്കുന്ന ഒരു 1.6 സംതിങ്, ആ ഒരു പോയിൻ്റാണ് വാട്ടർ കണ്ടൻറ്റ് എന്ന് പറയുന്നത്. അതേസമയം 8 ആയപ്പോൾ ഡ്രൈ ഡെൻസിറ്റി നമുക്ക് കിട്ടിയത് ഒരു 1.7 ഒക്കെ ആയി. അപ്പോൾ അങ്ങനെ കൂടി ഇപ്പോൾ നോക്കിക്കേ 9% വാട്ടർ കണ്ടൻറ്റ് ആയപ്പോൾ ഈ ഒരു 1.87 എന്നൊരു വാല്യൂ ഇവിടെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ അതിന് ശേഷം അതായത് 10% ആയപ്പോൾ ആ ഒരു ഡ്രൈ ഡെൻസിറ്റി കുറഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഷേപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഈ പോയിൻറ്റ്സ് പ്ലോട്ട് ചെയ്യുക, അതിനുശേഷം അതിനെ ഒരു സ്മൂത്ത് കർവ് കൊണ്ട് ജോയിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് മനസ്സിലാകും ഈ ഒരു പീക്ക് വാല്യൂ കിട്ടിയേക്കുന്നല്ലോ, ആ ഒരു പീക്ക് പോയിൻ്റ് ആണ് 1.87 എന്നുള്ളതാണ് എന്ത്, അതിന് കറസ്പോണ്ടിങ് വാട്ടർ കണ്ടൻറ്റിനെ OMC അഥവാ ഒപ്റ്റിമം മോയ്സ്ചർ കണ്ടൻറ്റ് എന്നും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡ്രൈ ഡെൻസിറ്റിയെ മാക്സിമം ഡ്രൈ ഡെൻസിറ്റി എന്നും പറയുന്നു, MDD. ഓക്കെ, അഥവാ ഗാമ ഡി മാക്സ്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ കോമ്പാക്ഷൻ കർവ് എന്ന് പറയുന്നത്. അതായത് എക്സ് ആക്സിസിലെ വാട്ടർ കണ്ടൻറ്റും വൈ ആക്സിസിലെ ഡ്രൈ ഡെൻസിറ്റിയും പ്ലോട്ട് ചെയ്താൽ അപ്പോൾ ആ ഒരു കർവിനെയാണ് നമ്മൾ, അത് വെച്ച് പ്ലോട്ട് ചെയ്യുന്ന കർവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കോമ്പാക്ഷൻ കർവ് എന്ന് പറയുന്നത്. അപ്പം OMC എന്ന് പറഞ്ഞാൽ എന്താണ്? മാക്സിമം ഡ്രൈ ഡെൻസിറ്റി അറ്റൈൻ ചെയ്ത വാട്ടർ കണ്ടൻറ്റിനെ നമ്മൾ ഒപ്റ്റിമം മോയ്സ്ചർ കണ്ടൻറ്റ് എന്ന് പറയുന്നു. ഓക്കെ, ഇനി ഇതാണ് ലൈറ്റ് കോമ്പാക്ഷൻ ടെസ്റ്റ്. ഹെവി കോമ്പാക്ഷൻ ടെസ്റ്റ് എന്ന് പറയുമ്പോഴും സെയിം തന്നെയാണ്. ഹെവി കോമ്പാക്ഷൻ ടെസ്റ്റിനെ നമ്മൾ മോഡിഫൈഡ് കോമ്പാക്ഷൻ ടെസ്റ്റ് എന്നും പറയുന്നു. പ്രൊസീജിയർ എല്ലാം സെയിം തന്നെയാണ്, പക്ഷേ അതിൻ്റെ ഒരു ഡിഫറൻസ് വരുന്ന ആ വെയിറ്റ് ഒക്കെ മാറുന്നു എന്നൊരിതേ ഉള്ളൂ. നോക്കിക്കേ, ലൈറ്റ് കോമ്പാക്ഷനെ നമ്മൾ എന്ത് പറയുന്നു? സ്റ്റാൻഡേർഡ് പ്രോക്ടർ ടെസ്റ്റ് എന്നും പറയാറുണ്ട്. ലൈറ്റ് കോമ്പാക്ഷൻ ഈസ് ഓൾസോ നോൺ ആസ് സ്റ്റാൻഡേർഡ് പ്രോക്ടർ ടെസ്റ്റ്. ഹെവി കോമ്പാക്ഷൻ ഈസ് ഓൾസോ നോൺ ആസ് എന്താണ്? മോഡിഫൈഡ് പ്രോക്ടർ ടെസ്റ്റ്. അപ്പോൾ സ്റ്റാൻഡേർഡ് പ്രോക്ടർ ടെസ്റ്റ് എന്ന് പറയുന്നത് ഏതിനെയാണ്? ലൈറ്റ് കോമ്പാക്ഷനെയും. മോഡിഫൈഡ് പ്രോക്ടർ എന്ന് പറയുന്നത് ഏതിനാണ്? ഹെവി കോമ്പാക്ഷനെയും. അതുപോലെ നമ്പർ ഓഫ് ബ്ലോസ് പെർ ലെയർ, ഓരോ ലെയറിനും കൊടുത്ത നമ്പർ ഓഫ് ബ്ലോസ് നമുക്ക് എത്രയായിരുന്നു? 25 ബ്ലോസ് ആയിരുന്നു. ഹെവി കോമ്പാക്ഷനിലും അങ്ങനെ തന്നെയാണ്, 25 ബ്ലോസ് തന്നെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ലൈറ്റ് കോമ്പാക്ഷനിൽ എത്ര ലെയേഴ്സാണ് നമ്മൾ കൊടുത്തത്? 3 ലെയേഴ്സ് കൊടുത്തു അല്ലേ? 3 ലെയേഴ്സിനാണ് നമ്മൾ 25 ബ്ലോസ് വെച്ച് കൊടുത്തത്. അപ്പോൾ ടോട്ടൽ 75 ബ്ലോസേ വന്നുള്ളൂ. ഹെവി കോമ്പാക്ഷൻ എന്ന് പറയുമ്പോഴോ, ഹെവി കോമ്പാക്ഷനിൽ നമ്പർ ഓഫ് ലെയേഴ്സ് 5 ആണ്. ഹെവി കോമ്പാക്ഷൻ എന്ന് പറയുമ്പം 5 ലെയേഴ്സ് ഓഫ് സോയിലാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓരോ ലെയറിനും 25 ബ്ലോസും കൊടുക്കും. അപ്പോൾ എത്രയാണ്? ടോട്ടൽ 125 ബ്ലോസ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഹെവി കോമ്പാക്ഷന് 125 ബ്ലോസ് ടോട്ടൽ വരുന്നുണ്ട്. അതേസമയം ലൈറ്റ് കോമ്പാക്ഷൻ ആകുമ്പോഴോ 75 ബ്ലോസേ വരുന്നുള്ളൂ. പിന്നെ റാമറിൻ്റെ വെയിറ്റ് എത്രയായിരുന്നു? 2.5 to 2.6 kg ഒക്കെ ആയിരുന്നു ലൈറ്റ് കോമ്പാക്ഷനിൽ. അതേസമയം ഹെവി കോമ്പാക്ഷൻ ആകുമ്പോൾ അതെത്രയാണ്? 4.5 kg ഫോർ ഗ്രേറ്റർ ഇമ്പാക്ട്സ് കൂട്ടാൻ വേണ്ടിയിട്ട് 4.5 kg ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി അടുത്തത് ലൈറ്റ് കോമ്പാക്ഷൻ്റെ ഹൈറ്റ് ഓഫ് ഫോൾ എത്രയായിരുന്നു? 310 mm ആയിരുന്നു. അതേസമയം ഹെവി കോമ്പാക്ഷൻ്റെ എത്രയാണ്? 450 mm. ലൈറ്റ് കോമ്പാക്ഷന് 310 mm, ഹെവി കോമ്പാക്ഷന് 450 mm. വോളിയം ഓഫ് മോൾഡ് രണ്ടിലും സെയിം തന്നെയാണ്, 1000 cm3.
ഓക്കെ, പിന്നീടൊരു ഇതുണ്ട് സീറോ എയർവേർഡ് ലൈൻ. സീറോ എയർവേർഡ് ലൈൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു തിയററ്റിക്കൽ ലൈനാണ്. ഇങ്ങനൊരു സീറോ എയർവേർഡ് ലൈൻ എന്ന് പറയുന്നത് ശരിക്കും പോസിബിൾ അല്ല. സീറോ എയർവേർഡ് അഥവാ 100% സാച്ചുറേഷൻ ലൈൻ എന്നും അതിനെ പറയും. അതായത് എന്താണത് മീൻ ചെയ്യുന്നത്? പേരിൽ തന്നെയുണ്ട്, എയർ വേർഡ്സ് സീറോ ആണെന്ന് എടുക്കുകയാണ്. അതായത് അതിൽ ഒട്ടും എയർ വേർഡ്സ് ഇല്ല, ഫുള്ളി വേർഡ്സ് എല്ലാം വാട്ടർ കൊണ്ട് ഫില്ല് ചെയ്തേക്കാണ്. അങ്ങനെ ഒരു കേസ് വന്ന്, അങ്ങനെ ഒരു കണ്ടീഷൻ വന്നാൽ അതിന് കറസ്പോണ്ടിങ് വാട്ടർ കണ്ടൻറ്റും മാക്സിമം ഡ്രൈ ഡെൻസിറ്റിയും വെച്ച് വരയ്ക്കുന്ന ഗ്രാഫാണ് എന്ത്, ലൈനാണ് സീറോ എയർവേർഡ് ലൈൻ എന്ന് പറയുന്നത്. ഓക്കെ, സീറോ എയർവേർഡ് ഇരിക്കണോ ഇതിൽ കണ്ടോ, സീറോ എയർവേർഡ് ലൈൻ എന്നുള്ളത് ഈ ഒരു ഡോട്ടർ ലൈൻസ് കാണിച്ചിരിക്കുന്നില്ലേ, നമ്മുടെ ഈ ഒരു കർവിൻ്റെ ഈ ഒരു പോർഷന് പാരലായിട്ടായിരിക്കും ഈ സീറോ എയർവേർഡ് ലൈൻ പോകുന്നത്. ഓക്കെ, അതായത് എയർ വേർഡ്സ് സീറോ ആണെന്നുള്ള കേസിലുള്ള വാട്ടർ കണ്ടൻറ്റും മാക്സിമം ഡ്രൈ ഡെൻസിറ്റിയും വെച്ച് നമ്മൾ ഇക്വേഷൻ വെച്ചിട്ട് ചെയ്യുന്നതാണ് സീറോ എയർവേർഡ് ലൈൻ. ഓക്കെ, ഇനി അടുത്തത് കൺട്രോൾ ഓഫ് കോമ്പാക്ഷൻ. അതായത് നമ്മളിപ്പോൾ ഫീൽഡിൽ കോമ്പാക്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഫീൽഡിൽ കോമ്പാക്ഷൻ ചെയ്യുമ്പോൾ നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു കോമ്പാക്ഷൻ ഫീൽഡിൽ അറ്റൈൻ ചെയ്തിട്ടുണ്ടോ? അപ്പോൾ അത് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മെയിനായിട്ടും 2 പാരാമീറ്റേഴ്സാണ് യൂസ് ചെയ്യുന്നത്. അതായത് നമുക്ക് ഫീൽഡിൽ ഇപ്പോൾ ഇത്രയും കോമ്പാക്റ്റഡ് ആകണമായിരുന്നു സോയിൽ, അല്ലെങ്കിൽ ഇത്രയും ഡ്രൈ ഡെൻസിറ്റി അറ്റൈൻ ചെയ്യണമായിരുന്നു. അപ്പോൾ ആ ഒരു നമ്മുടെ ഉദ്ദേശം നടന്നിട്ടുണ്ടോ എന്ന് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന പാരാമീറ്റേഴ്സ് ഏതൊക്കെയാണ്? ഒന്ന്, റിലേറ്റീവ് കോമ്പാക്ഷൻ എന്നൊരു ടേം യൂസ് ചെയ്യുന്നു. സെക്കൻഡ് വൺ, പ്ലേസ്മെൻറ്റ് വാട്ടർ കണ്ടൻറ്റ്. ഓക്കെ, അപ്പോൾ കൺട്രോൾ ഓഫ് കോമ്പാക്ഷനെ കൺട്രോൾ ചെയ്യുന്ന 2 പാരാമീറ്റേഴ്സാണ് എന്തൊക്കെ? റിലേറ്റീവ് കോമ്പാക്ഷനും പ്ലേസ്മെൻറ്റ് വാട്ടർ കണ്ടൻറ്റും. ഓക്കെ, അപ്പോൾ ഇത് ഓരോന്നും എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, റിലേറ്റീവ് കോമ്പാക്ഷൻ. റിലേറ്റീവ് കോമ്പാക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊരു ഇക്വേഷൻ ഉണ്ട്. ഇക്വേഷൻ യൂസ് ചെയ്ത് നമ്മൾ റിലേറ്റീവ് കോമ്പാക്ഷൻ കണ്ടുപിടിക്കും. അതായത് ഇൻസിറ്റു ഡ്രൈ ഡെൻസിറ്റി ഓഫ് കോമ്പാക്റ്റഡ് ഫില്ലർ ഡിവൈഡഡ് ബൈ മാക്സിമം ഡ്രൈ ഡെൻസിറ്റി ഫ്രം ദ ലബോറട്ടറി കോമ്പാക്ഷൻ ടെസ്റ്റ് ഇൻറ്റു 100. അതായത് നമുക്ക് ഫീൽഡിൽ ഡ്രൈ ഡെൻസിറ്റി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതായത് കോമ്പാക്റ്റ് ചെയ്ത സോയിലിൻ്റെ ഫീൽഡ് ഡെൻസിറ്റി നമുക്ക് കിട്ടും. അതിനുള്ള മെത്തേഡ് നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു. എന്തൊക്കെയായിരുന്നു? കോർ കട്ടർ മെത്തേഡ് യൂസ് ചെയ്തിട്ടും സാൻഡ് റീപ്ലേസ്മെൻറ്റ് മെത്തേഡ് യൂസ് ചെയ്തിട്ടൊക്കെ നമുക്ക് എന്ത് പറ്റും? കോമ്പാക്റ്റ് ചെയ്ത സോയിലിൻ്റെ ഫീൽഡിൽ പോയി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിൻ്റെ ഡ്രൈ ഡെൻസിറ്റി ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും. അങ്ങനെ ഡിറ്റർമിൻ ചെയ്യുന്ന ഡ്രൈ ഡെൻസിറ്റി ഡിവൈഡഡ് ബൈ നമുക്ക് കോമ്പാക്ഷൻ ടെസ്റ്റിലൂടെ കിട്ടുന്ന ഒരു മാക്സിമം ഡ്രൈ ഡെൻസിറ്റി ഉണ്ടല്ലോ, ആ ഡ്രൈ ഡെൻസിറ്റിയും കൂടി ഡിവൈഡ് ചെയ്യുക. അത് ഇൻറ്റു 100 ചെയ്യുമ്പോൾ നമുക്ക് റിലേറ്റീവ് ഡെൻസിറ്റി കിട്ടും. അപ്പം നമുക്ക് എത്രമാത്രം ആ ഒരു പെർസെൻറ്റേജാണ് കിട്ടുന്നത്, എത്രമാത്രം അറ്റൈൻ ചെയ്തിട്ടുണ്ട്, നമുക്ക് വേണ്ടിയിരുന്ന വാല്യൂവിൻ്റെ എത്ര പെർസെൻറ്റേജ് അറ്റൈൻ ചെയ്തിട്ടുണ്ട് എന്ന് നമുക്ക് കിട്ടുന്നു. അതാണ് റിലേറ്റീവ് ഡെൻസിറ്റി എന്ന് പറയുന്നത്. ഇനി അടുത്തയാണ് അപ്പം നമ്മൾ എൻജിനീയേഴ്സ് എന്ന് പറയുമ്പം അതിൻ്റെ ഒരു റിലേറ്റീവ് കോമ്പാക്ഷൻ, ഇത്രയും റിലേറ്റീവ് ഡെൻസിറ്റി അല്ലെങ്കിൽ ഇപ്പോൾ ഒരു 80% ഡെൻസിറ്റി അറ്റൈൻ ചെയ്യണം എന്നൊക്കെ ഒരു സ്പെസിഫിക്കേഷൻ നമുക്ക് തരും. അത് വെച്ചിട്ടാണ് നമ്മൾ കോമ്പാക്റ്റ് ചെയ്യുന്നത്. അതിപ്പം ഓരോ ടൈപ്പ് സോയിലിനും പല വാല്യൂസ് ആയിരിക്കും. അതായത് കൊഹസീവ് സോയിലാണെന്ന് വെച്ചോ, കൊഹസീവ് സോയിൽ എന്ന് വെച്ചാൽ ക്ലേ സോയിൽ, അതിൻ്റെ റിലേറ്റീവ് കോമ്പാക്ഷൻ എന്ന് പറയുന്നത് സാധാരണ പറയാറുള്ളത് 95% ഓഫ് ദി ലബോറട്ടറി സ്റ്റാൻഡേർഡ് പ്രോക്ടർ ടെസ്റ്റ്. അതായത് IS ലൈറ്റ് കോഹസീവ് സോയിലാണെങ്കിൽ ലൈറ്റ് കോമ്പാക്ഷൻ ടെസ്റ്റിൻ്റെ ലൈറ്റ് കോമ്പാക്ഷൻ ടെസ്റ്റിലൂടെ നമുക്കൊരു ഡെൻസിറ്റി കിട്ടിയിട്ടുണ്ടായിരിക്കുമല്ലോ, അതിൻ്റെ 95% അറ്റൈൻ ചെയ്യണം എന്നാണ് പറയാറുള്ളത്. കൊഹസീവ് സോയിലാണെങ്കിൽ ലൈറ്റ് കോമ്പാക്ഷൻ ടെസ്റ്റിൻ്റെ 95%. അപ്പോൾ അതിന് അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒന്നുകിൽ ഷീപ്പ് ഫുഡ് റോളേഴ്സോ അല്ലെങ്കിൽ ന്യൂമാറ്റിക് ടയർഡ് റോളേഴ്സോ യൂസ് ചെയ്താൽ സാധാരണഗതിയിൽ അത് അറ്റൈൻ ചെയ്യാൻ പറ്റും. ഓക്കെ, മനസ്സിലായല്ലോ. ലൈറ്റ് കോമ്പാക്ഷൻ ടെസ്റ്റിൻ്റെ 95% കൊഹസീവ് സോയിൽ ഏത് റോളേഴ്സ് യൂസ് ചെയ്യുക? ഷീപ്പ് ഫുഡ് റോളേഴ്സും ന്യൂമാറ്റിക് ടയർഡ് റോളേഴ്സും. ഇനി അടുത്തത് ലോ പ്ലാസ്റ്റിക് കൊഹസീവ് സോയിൽ. ലോ പ്ലാസ്റ്റിക് കൊഹസീവ് സോയിലാണെങ്കിൽ റിലേറ്റീവ് കോമ്പാക്ഷൻ്റെ അതായത് ലൈറ്റ് കോമ്പാക്ഷൻ അല്ല, ഹെവി കോമ്പാക്ഷൻ
കോമ്പാക്ഷൻ ടെസ്റ്റിൻ്റെ 95%. ഓക്കെ, ഹെവി കോമ്പാക്ഷൻ ടെസ്റ്റിലൂടെ കിട്ടിയ ഒരു MDDയുടെ 95% അറ്റൈൻ ചെയ്യാനുണ്ടാവണം. അത് സാധാരണ നമുക്ക് ന്യൂമാറ്റിക് റോളേഴ്സ് യൂസ് ചെയ്താലേ അറ്റൈൻ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി അടുത്തത് കൊഹിഷൻ ലെസ് സോയിൽസ് ആണെങ്കിൽ എത്രയാണ് 90 നമുക്ക് ഹെവി കോമ്പാക്ഷനിലൂടെ കിട്ടിയത്. കൊഹിഷൻ ലെസ് സോയിൽ എന്ന് പറയുമ്പോൾ സാൻഡി സോയിൽ, അങ്ങനത്തെ സോയിലാണെങ്കിൽ എന്താണ് ഹെവി കോമ്പാക്ഷനിൽ കിട്ടിയ വാല്യൂവിൻ്റെ 98 to 100% കേട്ടോ. 98 to 100% വാല്യൂ കിട്ടാൻ പാകത്തിന് വേണം നമ്മൾ കോമ്പാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിന് നമ്മൾ ഏത് ടൈപ്പ് ഓഫ് റോളേഴ്സ് യൂസ് ചെയ്യേണ്ടി വരും? വൈബ്രേറ്ററി റോളേഴ്സ് അല്ലെങ്കിൽ ന്യൂമാറ്റിക് ടയേർഡ് റോളേഴ്സ് യൂസ് ചെയ്യേണ്ടി വരും. ഓക്കെ, ഇനി അടുത്തയാണ് ഇപ്പം നമ്മൾ പറഞ്ഞ ഏതാണ്? റിലേറ്റീവ് കോമ്പാക്ഷനാണ് പറഞ്ഞല്ലേ. റിലേറ്റീവ് കോമ്പാക്ഷൻ ഇത്ര അറ്റൈൻ ചെയ്യണം എന്ന് പറയുന്നത്. ഇനി അടുത്ത പാരാമീറ്ററാണ് എന്ത്? പ്ലേസ്മെൻറ്റ് വാട്ടർ കണ്ടൻറ്റ്. ഓക്കെ, പ്ലേസ്മെൻറ്റ് വാട്ടർ കണ്ടൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദ വാട്ടർ കണ്ടൻറ്റ് ടു ബി യൂസ്ഡ് ഫോർ കോമ്പാക്റ്റിംഗ് ദ സോയിൽ ഇൻ ദ ഫീൽഡ് ഈസ് നോൺ ആസ് പ്ലേസ്മെൻറ്റ് വാട്ടർ കണ്ടൻറ്റ്. അതായത് നമ്മൾ ഫീൽഡിൽ സോയിൽ കോമ്പാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വാട്ടർ കണ്ടൻറ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ടാവും. ആ ഒരു വാട്ടർ കണ്ടൻറ്റിനെയാണ് പ്ലേസ്മെൻറ്റ് വാട്ടർ കണ്ടൻറ്റ് എന്ന് പറയുന്നത്. യൂഷ്വലി എ പ്ലേസ്മെൻറ്റ് വാട്ടർ കണ്ടൻറ്റ് ഓഫ് +or -2% ഓഫ് OMC ഈസ് ഒബ്റ്റൈൻഡ് ഫ്രം ദി റെലവൻറ്റ് ലബോറട്ടറി കോമ്പാക്ഷൻ ടെസ്റ്റ് ഈസ് അഡോപ്റ്റഡ്. അതായത് നമുക്ക് ലാബിൽ നിന്നും ഒരു OMC കിട്ടിയിട്ടുണ്ടാവും. ആ OMCയിൽ നിന്നും +or-2, ഇപ്പം നമുക്ക് ലാബിൽ OMC ഇപ്പം നേരത്തെ 9% ആണ് കിട്ടിയതെങ്കിൽ അതിൻ്റെ കൂടെ ഒന്നുകിൽ +2 ഇട്ട് നമ്മൾ കോമ്പാക്റ്റ് ചെയ്യും, അല്ലെങ്കിൽ -2 ഇട്ടിട്ട്. യൂഷ്വലി അതാണ് വാല്യൂ ആയിട്ട് പ്ലേസ്മെൻറ്റ് വാട്ടർ കണ്ടൻറ്റ് ആയിട്ട് നമ്മൾ ചൂസ് ചെയ്യാറുള്ളത്. വാട്ടർ കണ്ടൻറ്റ് ഡിഫറെൻറ്റ് ഫ്രം OMC മേ ബി ഒക്കേഷണലി സ്പെസിഫൈഡ് ബൈ ദ എഞ്ചിനീയർ ഇൻ ചാർജ് ടു അച്ചീവ് ദ ഇൻറ്റൻഡഡ് പർപ്പസ്. അതായത് നമ്മളിപ്പോൾ ഓരോ സോയിലും യൂസ് ചെയ്യുന്ന പർപ്പസ് വേറെ ആയിരിക്കും, അതനുസരിച്ച് ആ വാട്ടർ കണ്ടൻറ്റും വേരി ചെയ്തുകൊണ്ടിരിക്കും. യൂഷ്വലി അത് എഞ്ചിനീയർ സ്പെസിഫിക് ആയിട്ട് പറയും, ഈ ഒരു വാട്ടർ കണ്ടൻറ്റിൽ വേണം നിങ്ങൾ കോമ്പാക്റ്റ് ചെയ്യാനെന്ന്. അതനുസരിച്ചിട്ടായിരിക്കും നമ്മൾ പ്ലേസ്മെൻറ്റ് വാട്ടർ കണ്ടൻറ്റ് സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, ഈ പ്ലേസ്മെൻറ്റ് വാട്ടർ കണ്ടൻറ്റിനേക്കാളും കുറഞ്ഞ, അതായത് ഡ്രൈ ഓഫ് ഒപ്റ്റിമം, വെറ്റ് ഓഫ് ഒപ്റ്റിമം, അങ്ങനെ 2 കണ്ടീഷനുണ്ട്. അതായത് ഡ്രൈ ഓഫ് ഒപ്റ്റിമം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പ്ലേസ്മെൻറ്റ് വാട്ടർ കണ്ടൻറ്റ് 8% ആണെങ്കിൽ അതിൽ നിന്നും കുറഞ്ഞ എമൗണ്ടേ നമ്മൾ ആഡ് ചെയ്യുന്നുള്ളൂ. അതിനെയാണ് നമ്മൾ ഡ്രൈ ഓഫ് ഒപ്റ്റിമം എന്ന് പറയുന്നത്. സാധാരണഗതിയിൽ ഡ്രൈ ഓഫ് ഒപ്റ്റിമം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഏത് ടൈപ്പ് ഓഫ് കൺസ്ട്രക്ഷൻ ആണെന്നറിയോ? ഹൈവേ എംബാങ്ക്മെൻറ്റ്സ്, കൊഹസീവ് സോയിൽസിലുള്ള ഹൈവേ എംബാങ്ക്മെൻറ്റ്സിൽ, അത് ക്ലേ സോയിലൊക്കെ എംബാങ്ക്മെൻറ്റ്സ് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ അവിടെ നമ്മൾ ഡ്രൈ ഓഫ് ഒപ്റ്റിമം ആയിരിക്കും ചൂസ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ്? കൂടുതൽ ഷിയർ സ്ട്രെങ്തും മെയിൻറ്റെയിൻ ചെയ്യാനും അതുപോലെ കംപ്രസിബിലിറ്റി കുറഞ്ഞിരിക്കാനും വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? OMC ഡ്രൈ ഓഫ് ഒപ്റ്റിമത്തിലായിരിക്കും കോമ്പാക്റ്റ് ചെയ്യുന്നത്. അതുപോലെ എർത്താൻ ഡാംസിൻ്റെ ഔട്ടർ ഷെൽസ്, ഓക്കെ, എർത്താൻ ഡാംസിൻ്റെ ഔട്ടർ ഷെൽസും നമ്മൾ ഡ്രൈ ഓഫ് ഒപ്റ്റിമത്തിലായിരിക്കും കോമ്പാക്റ്റ് ചെയ്യുന്നത്. കോമ്പാക്ഷൻ ഓഫ് ദി സബ്ഗ്രേഡ്സ് ബിലോ ദി പേയ്മെൻറ്റ്സിൻ്റെ താഴെ സബ്ഗ്രേഡ്സ് ഉണ്ടായിരിക്കുമല്ലോ, മെറ്റലൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ ഒരു സബ്ഗ്രേഡിനെ കോമ്പാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഏതാണ്? വെറ്റ് ഓഫ് ഒപ്റ്റിമമാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, വെറ്റ് ഓഫ് ഒപ്റ്റിമം എന്ന് പറഞ്ഞാൽ തന്നിരിക്കുന്ന OMCയേക്കാൾ കൂടിയ വാട്ടർ കണ്ടൻറ്റിലായിരിക്കും നമ്മൾ കോമ്പാക്റ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ എർത്താൻ ഡാമിൻ്റെ കോറ്, ആദ്യം നമ്മൾ പറഞ്ഞത് എന്താണ്? എർത്താൻ ഡാമിൻ്റെ ഔട്ടർ ഷെല്ല്, എർത്താൻ ഡാം ഉണ്ടെങ്കിൽ അതിൻ്റെ വെളിഭാഗം ഔട്ടർ ഷെല്ല് നമ്മൾ എങ്ങനെയാണ്? ഡ്രൈ ഓഫ് ഒപ്റ്റിമത്തിലും, അതേസമയം കോറ് ഇന്നർ ആയിട്ടുള്ള പാർട്ട് നമ്മൾ എങ്ങനെയായിരിക്കും? വെറ്റ് ഓഫ് ഒപ്റ്റിമത്തിലായിരിക്കും കോമ്പാക്റ്റ് ചെയ്യുന്നത്. വെറ്റ് ഓഫ് ഒപ്റ്റിമം എന്താണ്? OMCയേക്കാളും കൂടിയ വാട്ടർ കണ്ടൻറ്റിലായിരിക്കും കോമ്പാക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇന്ന് പറയാനുള്ളത്. പിന്നെ ഇനി അടുത്തത് ഈ ഫീൽഡ് കോമ്പാക്ഷൻ കൺട്രോളിൻ്റെ ഒബ്ജക്റ്റീവ്സ് ആണ്. എന്തിനു വേണ്ടിയാണ് ഫീൽഡ് കോമ്പാക്ഷൻ കൺട്രോൾ ചെയ്യുന്നതെന്നുള്ളത്. ഫസ്റ്റ് വൺ എന്താണ്? ടു ഡിറ്റർമിൻ ദി ഇൻസിറ്റു ഡ്രൈ ഡെൻസിറ്റി ആൻഡ് വാട്ടർ കണ്ടൻറ്റ് ഇമ്മീഡിയറ്റ്ലി ഓഫ് ദി കോമ്പാക്ഷൻ ഓഫ് ഈച്ച് ലിഫ്റ്റ്. നമ്മൾ ആ ഫീൽഡിൽ ചെയ്തേക്കുന്ന ഇൻസിറ്റു ഡ്രൈ ഡെൻസിറ്റിയും വാട്ടർ കണ്ടൻറ്റും എത്രയാണെന്ന് ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടിയിട്ട് കറക്റ്റായിട്ടുള്ള ആ ഒരു എഞ്ചിനീയർ പറഞ്ഞ സ്പെസിഫിക്കേഷൻസ് അനുസരിച്ച് ആ ഒരു കറക്റ്റ് വാല്യൂ അറ്റൈൻ ചെയ്തിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഫീൽഡ് കോമ്പാക്ഷൻ കൺട്രോൾ നമ്മൾ ചെയ്യുന്നത്. അടുത്ത ടു ചെക്ക് ആൻഡ് എൻഷുവർ ദാറ്റ് ദ സോയിൽസ് ഫ്രം ദി പ്രിസ്ക്രൈബ്ഡ് ബോറോ ഏരിയ ഹാവിംഗ് ദ ഡിസൈഡ് പ്രോപ്പർട്ടീസ് ആർ യൂസ്ഡ് ഫോർ കോമ്പാക്ഷൻ. അതായത് നമ്മൾ കോമ്പാക്ഷന് യൂസ് ചെയ്തേക്കുന്ന സോയിൽ എന്ന് പറയുന്നത് ആ ഒരു പർട്ടിക്കുലർ പർപ്പസിന് വേണ്ടിയിട്ടുള്ള കുറച്ച് സ്പെസിഫിക്കേഷൻ ഉണ്ടല്ലോ, ആ പ്രോപ്പർട്ടീസ് എല്ലാം
എന്താണ് ആ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ സാറ്റിസ്ഫൈ ചെയ്യുന്നതാണോ, ആ ഒരു പർട്ടിക്കുലർ പർപ്പസിന് യൂസ് ചെയ്യാൻ പറ്റുന്നതാണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി അടുത്ത ടു ചെക്ക് ആൻഡ് എൻഷുവർ ദാറ്റ് ദ റിക്വയർഡ് കോമ്പാക്ഷൻ എനർജി ഈസ് യൂസ്ഡ് ഇൻ കോമ്പാക്ടിങ് ദ സോയിൽ. ആ സോയിലിനെ കോമ്പാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രോപ്പറായിട്ടുള്ള കോമ്പാക്ടിങ് എനർജി അവിടെ യൂസ് ചെയ്തിട്ടുണ്ടോ, എന്നാൽ എനർജി യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ആ ഒരു കോമ്പാക്ഷൻ അവിടെ കിട്ടത്തുള്ളൂ. ആ ഒരു പ്രോപ്പർ എനർജി യൂസ് ചെയ്തിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് ഒക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ കോമ്പാക്ഷൻ കൺട്രോൾ ഫീൽഡ് കോമ്പാക്ഷൻ കൺട്രോൾ ചെക്ക് ചെയ്യുന്നത്. അതുപോലെ സർട്ടൻ മിനിമം നമ്പർ ഓഫ് ടെസ്റ്റ് ആർ ടു ബി ഡൺ ഇൻ ദ ഫീൽഡ് വെൻ ദ കോമ്പാക്ഷൻ ഈസ് ഇൻ പ്രോഗ്രസ്. അതായത് നമ്മൾ ഈ കോമ്പാക്ഷൻ നടക്കുന്ന സമയത്ത് തന്നെ നമ്മൾ മിനിമം നമ്പർ ഓഫ് ടെസ്റ്റ് ഇത്ര എണ്ണം ചെയ്യണം എന്ന് പറയും, എന്നാലേ നമുക്ക് ആ ഒരു കോമ്പാക്ഷൻ അറ്റൈൻ ചെയ്തോന്ന് അറിയുള്ളൂ. സാധാരണ ലാർജ് ഫിൽസ് ആണെങ്കിൽ, ലാർജ് ഫിൽസ് എന്ന് പറയുമ്പോഴത്തേക്കും 1000 മീറ്റർ സ്ക്വയറിനേക്കാളും കൂടുതൽ ഏരിയ ഉള്ള ഫിൽസ് ആണെങ്കിൽ നമ്മൾ 1 ടെസ്റ്റ് ഫോർ എവറി 1000 മീറ്റർ സ്ക്വയർ ഏരിയ. ഓരോ 1000 മീറ്റർ സ്ക്വയർ ഏരിയയ്ക്കും നമ്മൾ എന്ത് ചെയ്യണം, ഒരു ടെസ്റ്റ് വെച്ച് ചെയ്യണം ലാർജ് ഫിൽസിന്. അത് ഏരിയ 1000 മീറ്റർ സ്ക്വയറിൽ താഴെയാണെങ്കിലോ 2 or 3 ടെസ്റ്റ് ഫോർ ലിഫ്റ്റ്. ഓരോ ലിഫ്റ്റിനും 2 or 3 ടെസ്റ്റ് വെച്ച് നമ്മൾ ചെയ്താൽ മതിയായിരിക്കും. ഓക്കെ. Rapid methods of water content determination are to be used because if the quality compaction is not within specified limits of compaction specification, it is required to remove the corresponding lift. അപ്പോൾ അതായത് നമ്മൾ വാട്ടർ കണ്ടൻറ്റ് ഡിറ്റർമിൻ ചെയ്യാൻ നേരത്ത് സാധാരണ ഓവൻ ഡ്രൈ മെത്തേഡൊന്നും ചെയ്യില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഓവൻ ഡ്രൈ മെത്തേഡ് എന്ന് വെച്ചാൽ ടൈം എടുക്കുന്നതല്ലേ. അപ്പോൾ അതുകൊണ്ട് ഓവൻ ഡ്രൈ മെത്തേഡിൽ ചെയ്യില്ല. അപ്പോൾ നമുക്ക് അപ്പം തന്നെ ടെസ്റ്റ് ചെയ്ത് അപ്പം തന്നെ വാട്ടർ കണ്ടൻറ്റ് കണ്ടുപിടിച്ചാൽ മാത്രമേ ആ ഒരു ലിഫ്റ്റ് വേണോ വേണ്ടയോ, ആ ഒരു സോയിൽ മാറ്റണോ വേണ്ടയോ എന്ന് നമുക്കറിയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ വർക്ക് പ്രോഗ്രസ് ചെയ്യില്ല അല്ലേ. അതായത് ഇപ്പം നമ്മൾ ഒരു ഏരിയയിലോ സോയിലുണ്ട്, അതിൻ്റെ വാട്ടർ കണ്ടൻറ്റ് ഡിറ്റർമിൻ ചെയ്യാത്തിട്ട് അടുത്ത ദിവസമേ നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടുള്ളൂ. അതിന് ശേഷം അപ്പം ബാക്കി പ്രൊസീഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മൾ വെയിറ്റ് ചെയ്യില്ല. റാപ്പിഡ്, വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന വാട്ടർ കണ്ടൻറ്റ് ഡിറ്റർമിനേഷൻ മെത്തേഡ്സ് മാത്രമേ നമ്മൾ ചെയ്യാറുള്ളൂ. ഓക്കെ. ഇനി അടുത്താണ് പ്രോക്ടർ നീഡിൽ ഫോർ ഫീൽഡ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് പ്രോക്ടർ നീഡിലാണ്. നിങ്ങളുടെ സിലബസിലെ ലാസ്റ്റ് പോർഷനാണ്. ഇതിൻ്റെ പ്രിൻസിപ്പിൾ എന്താണെന്നുള്ളത് നോക്കാം. ദ ബേസിക് പ്രിൻസിപ്പിൾ ഓഫ് പ്രോക്ടേഴ്സ് നീഡിൽ മെത്തേഡ് ഈസ് ടു ഡിറ്റർമിൻ ദ വാട്ടർ കണ്ടൻറ്റ് ഓഫ് കോമ്പാക്റ്റഡ് സോയിൽ ഇൻഡയറക്ട്ലി വിത്തൗട്ട് ഡ്രൈയിങ് ദ സാമ്പിൾ ബേസ്ഡ് ഓൺ ദി റെസിസ്റ്റൻസ് ഓഫേർഡ് ബൈ ദി കോമ്പാക്റ്റഡ് സോയിൽ പെനിട്രേഷൻ പ്രോക്ടേഴ്സ് നീഡിൽ. അതായത് ഞാൻ നേരത്തെ പറഞ്ഞു, വാട്ടർ കണ്ടൻറ്റ് ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടി നമുക്ക് ഓവൻ ഡ്രൈ മെത്തേഡൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല, കാരണം ടൈം കൺസ്യൂമിങ് ആണ്. അതുകൊണ്ട് നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് കോമ്പാക്റ്റഡ് സോയിലിൻ്റെ ഇത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മെത്തേഡാണ് പ്രോക്ടേഴ്സ് നീഡിൽ മെത്തേഡ് എന്നുള്ളത്. ഓക്കെ. പ്രോക്ടേഴ്സ് നീഡിൽ മെത്തേഡ് എന്തിനു വേണ്ടിയിട്ടാണ്? കോമ്പാക്റ്റഡ് ഫില്ലിൻ്റെ ഒരു വാട്ടർ കണ്ടൻറ്റ് ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. പ്രോക്ടേഴ്സ് നീഡിൽ അതെന്താ സംഭവം എന്നുള്ളത് നമുക്ക് നോക്കാം. പ്രോക്ടേഴ്സ് നീഡിൽ കൺസിസ്റ്റ് ഓഫ് എ നീഡിൽ അറ്റാച്ച്ഡ് ടു എ സ്പ്രിംഗ് ലോഡഡ് പ്ലഞ്ചർ. അപ്പോൾ അതായത് ഇതിലൊരു നീഡിലുണ്ട്. ആ നീഡിലിനെ ഒരു സ്പ്രിംഗ് ലോഡഡ് പ്ലഞ്ചറിലേക്ക് അറ്റാച്ച് ചെയ്ത് വെച്ചേക്കുമായിരിക്കും. ദ നീഡിൽ കൺസിസ്റ്റ് ഓഫ് എ നീഡിൽ. അപ്പോൾ ആദ്യം എന്താണ്, ഒരു സ്പ്രിംഗ് ലോഡഡ് പ്ലഞ്ചറുണ്ട്, അതിൻ്റെ അറ്റത്തൊരു നീഡിലുണ്ട്. ഈ നീഡിലിൽ എന്തൊക്കെയുണ്ട്? നീഡിലിനൊരു നീഡിൽ പോയിൻറ്റും ഉണ്ട്. ആ നീഡിൽ പോയിൻ്റ് എവിടെ അറ്റാച്ച് ചെയ്തേക്കുന്നു? നീഡിൽ ഷാങ്കിന്. നീഡിലിന് 2 പാർട്ടാണുള്ളത്, നീഡിൽ ഷാങ്കും നീഡിൽ പോയിൻറ്റും. ഓക്കെ. The needle can be pushed into the compacted soil by pressing the loading plunger. ടോപ്പിലുള്ള ലോഡിംഗ് പ്ലഞ്ചർ പ്ലസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ നീഡിലിനെ പുഷ് ചെയ്യാൻ പറ്റും. നീഡിലിനെ സോയിലിലേക്ക് പുഷ് ചെയ്ത് വെക്കാൻ പറ്റും. The needle shank has graduations to read the penetration of the needle into the compacted soil. ഈ ഒരു നീഡിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്ന നീഡിൽ ഷാങ്കിൽ ഗ്രാജുവേഷൻസ് ഉണ്ട്. അത് എന്തുമാത്രം അതിലേക്ക് പെനിട്രേറ്റ് ചെയ്തേക്കുന്നു എന്ന് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഇതാണ് ആ ഒരു പ്രോക്ടർ നീഡിലിൻ്റെ ആ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. നോക്കിക്കേ, ഇവിടെയാണ് ഇതാണ് നമ്മുടെ ലോഡിംഗ് പ്ലഞ്ചർ എന്ന് പറയുന്നത്. അതിലൊരു ഗ്രാജുവേഷനുണ്ട്. പിന്നെ അതായത് ഇത്രയാണ് ലോഡിംഗ് പ്ലഞ്ചർ എന്ന് പറയുന്നത്. അതിൽ ഗ്രാജുവേഷൻസ് കാണിച്ചിട്ടുണ്ട്. ഈ നീഡിലിനകത്ത് നീഡിൽ ഷാങ്കും ഉണ്ട്, നീഡിൽ പോയിൻറ്റും ഉണ്ട്. നീഡിൽ ഷാങ്കിനകത്തും ഗ്രാജുവേഷൻസ് ഉണ്ട്. ഇതാണ് അതിൻ്റെ ഈ ഫിഗർ. നിങ്ങൾ വരയ്ക്കാൻ അഥവാ ചോദിക്കുകയാണെങ്കിൽ വരയ്ക്കാൻ പഠിച്ചു വെച്ചേക്കാം. Okay, the stem of the loading plunger has graduations to show the resistance offered by the compacted soil to the penetration of the needle. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ആ ഒരു റെസിസ്റ്റൻസ് കിട്ടും. ഓക്കെ.
The loading plunger is calibrated to indicate the penetration resistance of the compacted soil based on the deformation of the spring. ഈ ഒരു സ്പ്രിങ്ങിൻ്റെ ഡിഫോർമേഷൻ അനുസരിച്ച് അതുപോലെ ഗ്രാജുവേഷൻസിലുള്ള വേരിയേഷനും അനുസരിച്ച് നമുക്ക് എന്ത് പറ്റും, എന്ത് മാത്രമാണ് അത് പെനിട്രേറ്റ് ചെയ്തത് എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് പ്രോക്ടർ നീഡിലിൻ്റെ ഒരു ബേസിക് ഐഡിയ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ സിലബസിൽ പറയാനുള്ളത്. പ്രോക്ടർ നീഡിൽ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, എന്നാലും നിങ്ങളത് കുറച്ചുകൂടി ഇപ്പോൾ അസൈൻമെൻ്റ് ആയിട്ട് സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ആ കാര്യങ്ങൾ ഒന്നുകൂടി ഒന്ന് വായിച്ച് നോക്കാം. ഞാൻ നോട്ട്സും തരാം, അതും ജസ്റ്റ് ഒന്ന് വായിച്ച് വെച്ചേക്കാം. ഓക്കെ, താങ്ക് യു.